ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്നാക്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഇത് കുഴയ്ക്കുകയും വേണ്ട, പരത്തുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മളിത് വെറുതെ എണ്ണയിലേക്ക് വാരിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പം ഒന്ന് വാങ്ങി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ. ഈ ഒരു പാക്കറ്റ് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയതാണ്, റോയൽ മാർക്കിൻ്റെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. എണ്ണയൊന്ന് ചൂടാകുക, അത്രമാത്രം. എണ്ണ ചൂടാകുമ്പോഴും നമുക്ക് അതിലേക്ക് അതൊരു 10 വീതം ഒന്നിട്ട് കൊടുക്കുക. അന്നേരം നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതൊക്കെ പണ്ട് ലുലുവിലല്ല, പണ്ട് ഓച്ചിറയിലൊക്കെ പോകുമ്പം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ശബരിമല പോയിട്ട് വരുന്നവരൊക്കെ കൊണ്ടുവരുമായിരുന്നു. അത് പക്ഷേ അതിന് കളറൊന്നുമില്ലായിരുന്നു. ഇത് പല കളറിൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കുട്ടികൾക്കൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. കാരണം ഇവർ ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ചതൊക്കെ അവരും കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. അപ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ പ്രഷറുള്ളവർ അധികം ഒന്നും കഴിക്കേണ്ട. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറക്കി കഴിക്കുക, അത്ര നല്ല ടേസ്റ്റുണ്ട്. പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, കാരണം ഉപ്പ് രസം അല്പം കൂടുതലാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പടത്തിന് പകരമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അപ്പം ഇത് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് വാങ്ങിയത്. ഇവർക്കൂടെ ഒന്ന് കൊടുക്കാമല്ലോ എന്ന് കരുതി. നോക്കൂ, നമ്മൾ ആദ്യത്തെ ആ ഒരു ട്രിപ്പ് ഇട്ടത് കണ്ടില്ലേ, ഒരു 10-15 എണ്ണം ഇട്ടതേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി വന്ന് നമുക്ക്. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇത്തിരി കൂടുതൽ കുറച്ചങ്ങോട്ട് ഇട്ടതാണ്, എല്ലാം കൂടെ അങ്ങ് വീണു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ, അത് മുങ്ങിക്കിടക്കത്തക്ക രീതി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ അത് മേളോട്ട് പൊന്തി ഇങ്ങനെ വന്നോളൂ ഫ്രൈ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ വേസ്റ്റല്ലേ ആ എണ്ണ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ. നിങ്ങൾ കൂടുതൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അതുപോലെ എണ്ണ ചൂടാകുമ്പം തീ അല്പം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചായയും കൂടെ റെഡിയാക്കാം. ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് വാങ്ങി കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. ഈസി അല്ലേ? പെട്ടെന്ന് നമുക്ക് ഇതാ വന്നു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് തയ്യാറാക്കാം. പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.